നമസ്കാരം. മലയാളികൾക്ക് വളരെ സന്തോഷകരവും അഭിമാനവുമായ ഒരു വാർത്തയാണ് പറയുന്നത്. ബ്ലെസ്സി ചിത്രം ആടുജീവിതം 97ാമത് ഓസ്കർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമായ ഒരു വാർത്തയാണ്. ബ്ലെസ്സി ചിത്രം ആടുജീവിതം 97ാമത് ഓസ്കർ അവാർഡിനുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പൃഥ്വിരാജ് ആയിരുന്നു നായകൻ എന്ന് നമുക്കറിയാമല്ലോ. വളരെ സന്തോഷകരവും അഭിമാനകരമായ നേട്ടം തന്നെയാണ് ആടുജീവിതം പോലൊരു സിനിമ. അത് ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് ആ ചിത്രം പുറത്തിറങ്ങിയ ഘട്ടം മുതൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് കൂടി ഈ നോമിനേഷൻ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിലവിൽ ഓസ്കാർ അവാർഡിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ സാധാരണ ജനറൽ കാറ്റഗറിയിൽ ഫോറിൻ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത്. ഇതിപ്പോൾ മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലാണ് പ്രാഥമിക റൗണ്ടിലേക്കാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വോട്ടിംഗ് ആരംഭിക്കും. ഈ 8-ാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 12-ാം തീയതി വരെയാണ് വോട്ടിംഗ്. അതിനുശേഷം അതിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എല്ലാം കണക്കാക്കിയതിന് ശേഷമായിരിക്കും 2-ാം റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉണ്ടാവുക. നേരത്തെ 2018 എന്ന മലയാള സിനിമയും സമാനമായ രീതിയിൽ ആ പ്രാഥമിക റൗണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനായില്ല. എന്നാൽ ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അക്കാദമിക്കലി ശ്രദ്ധിക്കപ്പെട്ട വേറൊരു തലം കൂടി ഉള്ള ഒരു സിനിമയാണ് ആടുജീവിതം. ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അക്കാദമിക്കലി ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അതിന് വേറൊരു തലം കൂടി ആ സിനിമയ്ക്കുണ്ട്. അതിനൊരു യൂണിവേഴ്സൽ സ്വഭാവമുള്ള സിനിമയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ 2-ാം റൗണ്ടിലേക്ക് അടക്കം ഈ സിനിമ പോകുമെന്നൊരു പ്രതീക്ഷയും സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ആടുജീവിതം നേടിയിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടും പ്രതിസന്ധികളും എല്ലാം ഇതിൻ്റെ സംവിധായകനും എല്ലാം നേരിട്ടതിൻ്റെ ഫലം വിജയം കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.